നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ഡിസംബർ 9-നും 11-നും 2 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ്. പുതുക്കാട് പഞ്ചായത്തിലെ 15-ാം വാർഡിൽ ജനവാസ മേഖലയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ. പാലേക്കര ജംഗ്ഷനോട് ചേർന്ന് ശുചിമുറി മാലിന്യം തള്ളിയത് ജംഗ്ഷനിലെ വ്യാപാരികൾക്കും ഓട്ടോ തൊഴിലാളികൾക്കും ദുരിതം. അളഗപ്പ നഗർ കുറുപ്പംകുളം റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുക. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. 2 ഘട്ടങ്ങളിലായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുക. ആദ്യഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 9-നും 2ാം ഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 11-നും നടക്കും. ഡിസംബർ 13-നായിരിക്കും വോട്ടെണ്ണൽ. നവംബർ 14-ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറക്കും. നാമനിർദ്ദേശ പത്രിക നവംബർ 21 വരെ നൽകാം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 7 ജില്ലകളിലായിരിക്കും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. 2ാം ഘട്ടത്തിൽ തൃശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിലും വോട്ടെടുപ്പ് നടക്കും. വോട്ടെടുപ്പ് വിജ്ഞാപന തീയതി മുതൽ നാമനിർദ്ദേശ പത്രിക നൽകാം. തെരഞ്ഞെടുപ്പിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് പെരുമാറ്റച്ചട്ടം ഇന്നു മുതൽ നിലവിൽ വന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 2025 നവംബർ 21 വെള്ളി. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന സ്ക്രൂട്ടിനി 2025 നവംബർ 22 ശനി. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി, വിഡ്രോവലിനുള്ള അവസാന തീയതി 2025 നവംബർ 24 തിങ്കൾ. ആവശ്യമുള്ള പക്ഷം ജില്ലകളിൽ വോട്ടെടുപ്പ് നടത്തുന്നതിനുള്ള തീയതി 2 ഘട്ടമായിട്ടാണ് ഇത്തവണ പോളിംഗ് നടത്തുന്നത്. കഴിഞ്ഞ തവണ അത് 3 ഘട്ടമായിരുന്നു. അത് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ 3 ഘട്ടമായിരുന്നു. ഇത്തവണ 2 ഘട്ടമായിട്ടാണ് പോളിംഗ് നടത്തുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 7 ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 2025 ഡിസംബർ 9 ചൊവ്വാഴ്ചയായിരിക്കും പോളിംഗ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 7 ജില്ലകളിൽ 2025 ഡിസംബർ 11 വ്യാഴാഴ്ചയായിരിക്കും പോളിംഗ്. ഡിസംബർ 9-നും ഡിസംബർ 11-നും 2 ഘട്ടമായി രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയായിരിക്കും പോളിംഗ്. വോട്ടെണ്ണൽ നടത്തുന്നത് കൗണ്ടിംഗ് 2025 ഡിസംബർ 13 ശനിയാഴ്ചയാണ്. തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാനുള്ള അവസാന തീയതി 2025 ഡിസംബർ 18. ഞാൻ ഈ ഷെഡ്യൂൾ ഒന്നുകൂടെ പറയാം. നോട്ടിഫിക്കേഷൻ ഓഫ് ദി ഇലക്ഷൻ കമ്മീഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഓഫ് ഇലക്ഷൻ നോട്ടീസസ് ഇഷ്യൂഡ് ബൈ ദി റിട്ടേണിംഗ് ഓഫീസേഴ്സ് നവംബർ 14, 2025 ഫ്രൈഡേ. ലാസ്റ്റ് ഡേറ്റ് ഫോർ ഫയലിംഗ് നോമിനേഷൻസ് നവംബർ 21, 2025 ഫ്രൈഡേ. സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ പേപ്പേഴ്സ് നവംബർ 22, 2025 സാറ്റർഡേ. ഡേറ്റ് ഓഫ് പോളിംഗ് ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ആൻഡ് എറണാകുളം ഡിസ്ട്രിക്ട്സ് ഡിസംബർ 9 ട്യൂസ്ഡേ. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ആൻഡ് കാസർഗോഡ് ഡിസ്ട്രിക്ട്സ് ഡിസംബർ 11, 2025. ഡേറ്റ് ഓഫ് കൗണ്ടിംഗ് ഡിസംബർ 13, 2025 Saturday. Last date to complete the election process December 18, 2025 Thursday. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ ജനവാസ മേഖലയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പരിസരവാസികളുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു.
പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ ജനവാസ മേഖലയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കുവാനുള്ള നീക്കത്തിനെതിരെ പരിസരവാസികളുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു. ജനപ്രതിനിധികളും വിവിധ സാമൂഹ്യ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും അണിചേർന്ന പ്രതിഷേധ സമരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ CP സജീവൻ, സെബി കൊടിയൻ, പ്രതിഷേധ കൂട്ടായ്മ കൺവീനർ ജോമോൻ കാഞ്ഞിരത്തിങ്കൽ, ജോസഫ് മാളിയേക്കൽ, സുനിൽകുമാർ വിളക്കത്തറ, KL യോഹന്നാൻ, ബിനോയ് കൊടിയൻ എന്നിവർ പ്രസംഗിച്ചു. മൊബൈൽ ടവർ സ്ഥാപിക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കുന്നതുവരെ ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രതിഷേധ കൂട്ടായ്മ പ്രവർത്തകർ പറഞ്ഞു. നമ്മുടെ ഈ ടവർ നിർമ്മിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ വ്യക്തിപരമായി നമ്മുടെ ഭാഗത്തു നിന്നും എല്ലാവിധ പ്രതിഷേധ സമരത്തിനും നമ്മുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ പിന്തുണയും ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കറിയാം, ഈ ടവർ ഈ ജനവാസ മേഖലയിലായതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും തടിച്ചുകൂടിയിട്ടുള്ളത്. ഇതൊരു സമരം, ഒരു തുടക്കം മാത്രമാണ്. ഈ സമരം, ഈ പ്രതിഷേധ സമരം ഇവിടെയുള്ള ജനങ്ങൾ, ഇവിടെയുള്ള വീട്ടുകാരെല്ലാവരും ഒത്തുചേർന്ന് ഈ പ്രതിഷേധം അറിയിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇതിലെ പോരായ്കൾ തീർത്ത് ഇതിനൊപ്പത്തിനൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലെ കാര്യമാണെന്ന് ചിന്തിച്ച് ഒപ്പത്തിനൊപ്പം നിന്നാൽ മാത്രമാണ് നമ്മൾക്ക് ഇതിന് എന്തെങ്കിലും ഒരു തടസ്സം അല്ലെങ്കിൽ ഇതിവിടെ നിന്ന് ഒഴിവാകാനുള്ള ശ്രമം നടത്താൻ പറ്റും. നമ്മുടെ ഈ ആശങ്കയിൽ നിന്നും നമ്മുടെ ഭരണഭയത്തിൽ നിന്നും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അതിന് ദോഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ നിന്ന് ഒഴിവാക്കി തന്നുകൊണ്ട് നമ്മളെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ഇത് ഒഴിവാക്കി കിട്ടുകയും ചെയ്യാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് മാക്സിമം അത് 90% വയറ്റിലാണ് ക്യാൻസർ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ അതിൽ ഭൂരിഭാഗവും ഇത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്ത് 7 അതിൽ കൂടുതലായിരിക്കും. ഇതിന്റെ റേഡിയേഷൻ നമുക്ക് അവർ പറയുന്ന റേഡിയേഷൻ ഇല്ല, ഇതൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഒരിക്കലും അല്ല. ഇതിനെക്കുറിച്ച് പഠനം ചെയ്തവർക്കൊക്കെ അറിയാം. ഇതിന് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഈ തെങ്ങുകൾക്ക് വരെ ബാധിക്കുന്നതാണ് അവർ പറഞ്ഞത്, തെങ്ങുകൾക്ക് വരെ. അപ്പൊ അത്രയും റേഡിയേഷൻ ഉണ്ടായിരിക്കും. ടവറിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഈ നമ്മൾക്കൊരു ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടും എന്നല്ലാതെ വേറെ യാതൊരു ഫലമില്ല. ഈ ജനകീയമായ പ്രതിഷേധം തുടർന്ന് ശക്തമായ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് മാത്രമാണ് നമ്മുടെ മുന്നോട്ട് വഴി. ദേശീയപാതയുടെ സർവീസ് റോഡിൽ പാലീക്കര ജംഗ്ഷനോട് ചേർന്ന് ശുചിമുറി മാലിന്യം തള്ളിയത് ജംഗ്ഷനിലെ വ്യാപാരികൾക്കും ഓട്ടോ തൊഴിലാളികൾക്കും ദുരിതമായി. സർവീസ് റോഡിന്റെ വശത്തെ കാനയിലൂടെ മാലിന്യം ഒഴുകി ജംഗ്ഷനിലേക്ക് എത്തുകയായിരുന്നു. അസഹ്യമായ ഗന്ധം മൂലം ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പ്രദേശത്തെ വ്യാപാരികളും ഓട്ടോ ഡ്രൈവർമാരും പറയുന്നു. ഞങ്ങളുടെ വീടൊക്കെ പാടത്തിന്റെ ഓർത്തായിട്ടാണ് വീട് സ്ഥിതിക്കുന്നത്. അപ്പൊ നിരവധി തവണ പരാതിപ്പെട്ടിട്ട് ഇതിലൊരു നടപടി ഉണ്ടായിട്ടില്ല. പോലീസ് അധികാരികളോട് പരാതിപ്പെട്ടു, പഞ്ചായത്തിനോട് എല്ലാവരോടും പരാതിപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇരിക്കാൻ തന്നെ പറ്റില്ല. ഈ കടക്കാരും ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളും നിരന്തരം ഞങ്ങൾ എന്തും പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതുവരെയും ഒരു നടപടി ഉണ്ടായിട്ടില്ല. പലതവണ പഞ്ചായത്തിലും പോലീസിലും അറിയിച്ചു, യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ആക്ഷേപമുയരുന്നുണ്ട്. ഈ വെള്ളം ഒഴുകി പോണത് നമ്മുടെ പുഴയിലേക്കാണ് പോണത്. ആ പുഴയിലത്തെ വെള്ളമാണ് ഇവിടെ കുറെ ജനങ്ങളൊക്കെ കുടിക്കുന്നത്. അത് ഇവിടെ എല്ലാവരും കാണുന്നുണ്ട്. പക്ഷെ അതിനുവേണ്ടി ഒരു പരിഹാരം ഒന്നും ഉണ്ടാക്കാൻ അവിടെ ഇവിടെ ശ്രമിക്കാറില്ല. പഞ്ചായത്തോ അല്ലെങ്കിൽ ഭയങ്കര മണം, ഇരിക്കാൻ പറ്റില്ല. കാലത്ത് ഇവിടെ ഒരു 7 മണിയാകുമ്പോൾ വരാറുണ്ട്. ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ അതിൽ പൊട്ട മണ. ആ ബാക്ടീരിയ പുറത്താണ് കൊണ്ട് തട്ടണം. പഞ്ചായത്തിനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് വരുമ്പോൾ പല ആൾക്കാരും വരും. അവർ വേറെ ഒന്നും പറയില്ല. തോട്ടിലെ വെള്ളം പുഴയിലേക്കാണ് ചെന്നെത്തുന്നത്. പുഴയിലെ വെള്ളം ഉപയോഗിക്കുന്നവർക്ക് നിരവധി ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. തോട്ടിലെ വെള്ളം ഉപയോഗിക്കരുതെന്ന ഒരു ഫ്ലെക്സ് മാത്രമാണ് ഉള്ളത്. നിരവധി ആളുകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അളഗപ്പനഗർ പഞ്ചായത്തിലെ കുറുപ്പംകുളം റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം സജ്ന ഷിബു പ്രസംഗിച്ചു. MLAയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 13.63 ലക്ഷം രൂപ ചിലവിലാണ് റോഡ് നിർമ്മിക്കുന്നത്. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും 6ാം വാർഡ് മെമ്പറുമായ ഭദ്ര മനുവിന് ആദരം 2025 സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി.
സംഘാടക സമിതി ചെയർമാൻ PG മോഹനൻ ഭദ്രമനുവിനെ പൊന്നാട അണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു. തുളസി കുടുംബശ്രീ അയൽക്കൂട്ടം അംഗങ്ങളും 59-ാം നമ്പർ അംഗൻവാടി ജീവനക്കാരും ഭദ്രമനുവിന് ഉപഹാരങ്ങൾ നൽകി. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ശൈലജ മോഹനൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം രജിത വിജയൻ, ആശാ വർക്കർ നിംജി രാജേഷ്, അംഗനവാടി വർക്കർമാരായ രമ പ്രശോഭിതൻ, ജെസി ഡാനിയൽ, സുനിത രാമചന്ദ്രൻ, സംഘാടക സമിതി കൺവീനർ KM അനിൽകുമാർ, ADS സെക്രട്ടറി K അജിതകുമാരി, സിന്ധു അനിൽകുമാർ, ഉഷ രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അസംഘടിത നിർമ്മാണ തൊഴിലുറപ്പ് മേഖലകളിലെ തൊഴിലാളികൾ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. മറ്റത്തൂർ പഞ്ചായത്ത് അംഗങ്ങൾക്ക് യാത്രയയപ്പ് നൽകി അവിട്ടപ്പിള്ളി ഹിൽവ്യ റെസിഡൻഷ്യൽ അസോസിയേഷൻ. പഞ്ചായത്ത് അംഗങ്ങളായ സുമേഷ് മൂത്തമ്പാടൻ, ബിന്ദു മനോജ് കുമാർ എന്നിവരെ പൊന്നാടയണിയിച്ച് യാത്രയയപ്പ് നൽകി. അസോസിയേഷൻ പ്രസിഡന്റ് KS ഷോബി അധ്യക്ഷത വഹിച്ചു. T ബാലകൃഷ്ണ മേനോൻ, കൂനൻ സേവ്യർ, ലിസി പോൾസൺ, KJ സെൽവൻ എന്നിവർ പ്രസംഗിച്ചു. കനകമല കുരിശുമുടി തീർത്ഥാടനത്തോടനുബന്ധിച്ച് കമ്മിറ്റി ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിനായി യോഗം നടത്തി. വികാരി ഫാദർ ഡെയ്സൺ കവലക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ വർഗീസ് കളിയത്ത് പറമ്പിൽ, കുരിശുമുടി കൺവീനർ ഷിജു പഴയടത്ത് പറമ്പിൽ, ഫുഡ് കൺവീനർ സൈമൺ കരൂറ്റിക്കാരൻ, പബ്ലിസിറ്റി കൺവീനർ ഷോജൻ D വിധേയത്തിൽ, ലിറ്റർജി കൺവീനർ സിസ്റ്റർ ഡെസ്റ്റിൻ എന്നിവരടങ്ങിയ 21 കൺവീനർമാരെയും ജോയിന്റ് കൺവീനർമാരെയും കമ്മിറ്റി അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. ഫെബ്രുവരി 15-ന് കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനം ആരംഭിക്കും. യോഗത്തിന് കൈകാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, പൗലോസ് ഗോപുരം, ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി എന്നിവർ നേതൃത്വം നൽകി. കേരള സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം IT മേളയിൽ ഹൈസ്കൂൾ വിഭാഗം അനിമേഷൻ മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി V ഹരിനാരായണൻ. കോട്ടയം ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത ലാക്കാട്ടൂർ AGM NSS HSS 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഹരിനാരായണൻ കൊടകര മരത്തോം പിള്ളിക്കര വടക്കേടത്ത് രാജീവ് രാഖി എന്നിവരുടെ മകനാണ്. നിയുക്ത ശബരിമല മേൽശാന്തി ഏറന്നൂർ മന പ്രസാദ് നമ്പൂതിരിക്ക് കല്ലൂർ ശിവക്ഷേത്ര ഉപദേശക സമിതി സ്വീകരണം നൽകി. പൂർണ്ണകുംഭം നൽകിയാണ് പ്രസാദ് നമ്പൂതിരിയെ സ്വീകരിച്ചത്. സ്വീകരണ ചടങ്ങിൽ P ശരത്ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സുന്ദരി മോഹൻദാസ്, കല്ലൂർ ബാബു, സന്ദീപ് കണിയത്ത്, മുരളി പുതുമന, A നാരായണൻകുട്ടി, വാസുദേവൻ ഇടക്കട്ടിൽ, ആദർശ് വെളുത്തേടത്ത് എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിലെ ഓഡിയോ വീഡിയോ ആൽബം നിർമ്മാതാക്കളുടെ സംഘടനയായ കാവിയുടെ 5ാം വാർഷികം ഗായകൻ KG മാർക്കോസ് ഉദ്ഘാടനം ചെയ്തു. സൈമൺ ശാലോം അധ്യക്ഷനായിരുന്നു. സൈന ബാവ, എംപയർ സൈമൺ, ഷാജു കാളിയങ്കര, ഉണ്ണി കൊല്ലം, മുരളി പത്തനംതിട്ട, പ്രകാശൻ, നിസാം, ശിവദാസ് കോട്ടക്കൽ എന്നിവർ പ്രസംഗിച്ചു. മുപ്ലിയത്ത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടർ ചോർന്നത് പരിഭ്രാന്തി പരത്തി. മുപ്ലിയം കുഞ്ഞക്കര സ്വദേശി വട്ടോലിപ്പറമ്പിൽ ജലജയുടെ വീട്ടിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. അടുക്കളയിൽ ഉപയോഗിക്കാതെ വെച്ചിരുന്ന സിലിണ്ടറിന്റെ അടിഭാഗത്ത് നിന്നാണ് ഗ്യാസ് ചോർന്നത്. സംഭവം 75-കാരിയായ ജലജ അറിഞ്ഞിരുന്നില്ല. മകളുടെ മകൻ അച്യുതാനന്ദൻ വീട്ടിലെത്തിയപ്പോഴാണ് ഗ്യാസിന്റെ മണം അറിഞ്ഞത്. ഉടൻ തന്നെ സിലിണ്ടർ പുറത്തേക്ക് എടുത്തു മാറ്റുകയായിരുന്നു. ഗ്യാസ് ഏജൻസിയെ ഫോണിൽ വിളിച്ച് അറിയിക്കാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ലെന്ന് പറയുന്നു. പിന്നീട് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചറിയിച്ചതിനെ തുടർന്ന് വരന്തരപ്പള്ളി പോലീസും പുതുക്കാട് നിന്ന് ഫയർഫോഴ്സും എത്തിയാണ് സിലിണ്ടറിലെ ഗ്യാസ് ചോർത്തി കളഞ്ഞത്. HP കമ്പനിയുടേതാണ് ഗ്യാസ് സിലിണ്ടർ. വീട്ടിലെ സ്റ്റോർ റൂമിൽ ഉപയോഗിക്കാതെ വെച്ചിരുന്ന സിലിണ്ടറിൽ നിന്നാണ് ഗ്യാസ് ചോർന്നത്. ഗ്യാസ് ചോർന്നതറിയാതെ ജലജ പാചകം ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ വൻ ദുരന്തമുണ്ടായേനെ. ഗ്യാരണ്ടിയുള്ള സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് ചോർന്നതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം. സംഭവവുമായി ബന്ധപ്പെട്ട് ഗ്യാസ് ഏജൻസിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് വീട്ടുകാർ. മിക്ക കമ്പനികളുടെ സിലിണ്ടറിൽ സുരക്ഷാ ഡേറ്റ് ഉണ്ടെങ്കിലും തുരുമ്പെടുത്ത നിലയിലുള്ള ഗ്യാസ് സിലിണ്ടറുകളാണ് പൊതുമേഖലാ കമ്പനികൾ വീടുകളിൽ എത്തിക്കുന്നത്. ഡേറ്റ് മാറ്റി ഇടുന്നതോടൊപ്പം സുരക്ഷാ പരിശോധന കൃത്യമായി നടക്കുന്നുണ്ടോ എന്നും സംശയിക്കേണ്ട സ്ഥിതിയിലാണ് ഉപഭോക്താക്കൾ. ചില സമയങ്ങളിൽ വീടുകളിൽ എത്തിക്കുന്ന സിലിണ്ടറുകൾ വീട്ടിൽ കയറ്റിവെക്കാൻ പേടിക്കേണ്ട സ്ഥിതിയാണെന്നും മറ്റു ഗാർഹിക ഉപഭോക്താക്കളും പറഞ്ഞു. ഇനി കാണാം ഇൻഫോടോക്ക്. തലച്ചോറിനെ എത്രത്തോളം പരിചരിക്കുമോ അത്രയും കൂടുതൽ നമുക്ക് ഓർമ്മശക്തി ലഭിക്കുന്നു. പ്രായം ഏത് തന്നെ ആയാലും തലച്ചോറിനെ നന്നായി പരിചരിച്ചാൽ ഓർമ്മശക്തി നിലനിർത്താൻ സാധിക്കും. ബ്രെയിൻ ഫോഗിനെ തടയാനും ഓർമ്മശക്തി കൂട്ടാനും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം.
ദിവസവും 7 മണിക്കൂർ ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇത് ഓർമ്മശക്തി മെച്ചപ്പെടുത്തുന്ന ന്യൂറൽ സർക്യൂട്ടുകളെ പ്രവർത്തന നിരതമാക്കുകയും ഇതിലൂടെ ഓർമ്മശക്തി കൂട്ടാനും സഹായിക്കുന്നു. അതിനാൽ തന്നെ ഓർമ്മശക്തി കൂട്ടുന്നതിൽ ഉറക്കം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പോഷക ഗുണങ്ങളുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ മാത്രമേ നല്ല ആരോഗ്യം ലഭിക്കുകയുള്ളൂ. തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഓർമ്മശക്തി കൂട്ടാനും ധാരാളം പച്ചക്കറികളും ബെറീസും കഴിക്കാവുന്നതാണ്. മത്സ്യം, ഫ്ലാക്സീഡ്, വാൾനട്ട്, ചീര, സ്ട്രോബെറി, ബ്ലൂബെറി എന്നിവ കഴിക്കാം. ദിവസവും ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഓർമ്മശക്തി കൂട്ടാൻ സഹായിക്കുന്നു. ഒരേ സമയം ഒന്നിൽ കൂടുതൽ ജോലികൾ ചെയ്യുന്നത് ഒഴിവാക്കണം. ഇത് നിങ്ങളുടെ ശ്രദ്ധയില്ലാതാക്കുകയും ഓർമ്മശക്തി കുറയാനും കാരണമാകുന്നു. അതിനാൽ തന്നെ ജോലികൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധയുണ്ടാവണം. ഈ ശീലം ഓർമ്മശക്തി കൂട്ടാൻ നിങ്ങളെ സഹായിക്കുന്നു. അമിതമായി പഞ്ചസാര കഴിക്കുന്നത് ഒഴിവാക്കണം. ഇത് ഓർമ്മശക്തിയെ നന്നായി ബാധിക്കുന്നു. അതിനാൽ തന്നെ ഭക്ഷണത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ ശ്രദ്ധിക്കണം. പകരം പച്ചക്കറികൾ, ബെറീസ്, ഡാർക്ക് ചോക്ലേറ്റ് എന്നിവ കഴിക്കാവുന്നതാണ്. ഇതിൽ പ്രകൃതിദത്തമായ മധുരമാണുള്ളത്. തലച്ചോറിൻ്റെ 75% ജലത്താൽ നിർമ്മിതമാണ്. അതിനാൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കുടിച്ചാൽ മാത്രമേ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുകയും ഓർമ്മശക്തി കൂടുകയും ഉള്ളൂ. ദിവസവും നന്നായി വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. കാലാവസ്ഥ. കൂടിയ ചൂട് 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് GVHSSൽ HST തസ്തികയിൽ ഹിന്ദി തസ്തികയിലുള്ള അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം നവംബർ 12 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,350 രൂപ, പവന് 90,800 രൂപ. കല്ലൂർ പച്ചളിപ്പുറം കണിമംഗലത്തുകാരൻ ജോസ് അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബർസിയാണ് ഭാര്യ. ജോബി, ഷിജി എന്നിവർ മക്കളും. ഡെറിൻ, പരേതനായ വിനു എന്നിവർ മരുമക്കളുമാണ്. മണ്ണമ്പേട്ട എലുവത്തിങ്കൽ കൈപ്പുള്ളി റപ്പായി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 മണ്ണമ്പേട്ട അമലോത്ഭവ മാതാവിൻ പള്ളിയിൽ. വിക്ടോറിയയാണ് ഭാര്യ. വിനയൻ, വിനീത, വിജിത, വിപിൻ എന്നിവർ മക്കളും. ലിൻസി, വർഗീസ്, ആശ, പരേതനായ ജിജോ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ഡിസംബർ 9-നും 11-നും 2 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ്. പുതുക്കാട് പഞ്ചായത്തിലെ 15-ാം വാർഡിൽ ജനവാസ മേഖലയിൽ മൊബൈൽ ടവർ സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ. പാലീക്കര ജംഗ്ഷനോട് ചേർന്ന് ശുചിമുറി മാലിന്യം തള്ളിയത് ജംഗ്ഷനിലെ വ്യാപാരികൾക്കും ഓട്ടോ തൊഴിലാളികൾക്കും ദുരിതം. അളഗപ്പ നഗർ കുറുപ്പംകുളം റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.